നോക്കൂ സ്മൃതി, ഞാൻ എന്താ പറഞ്ഞത്? അവരവന്റെ കണ്ണിലെ തടി ആദ്യം എടുക്കൂ. ഇന്ത്യയിലെ ഏക സംസ്ഥാനത്ത് അല്ല, അത് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് KPCC പ്രസിഡന്റിന്റെ സംബന്ധിച്ച് കോൺഗ്രസ് വിഷയമാണെന്ന് ചർച്ച. ശരി, KPCC പ്രസിഡന്റ് ആരാകണം എന്ന് പത്രലേഖകർ ഓരോ നേതാക്കളോടും പോയി ചോദിച്ചു. മുരളിയെ കാണുമ്പോൾ ചോദിക്കും, ആരാണ് KPCC പ്രസിഡന്റ് മാറണോ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ അഭിപ്രായം പറയും. അതുപോലെ ചോദിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ CPMന്റെ ഏതെങ്കിലും നേതാക്കളോടെ ആരാണ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അവരുടെ ഉത്തരം എന്തായിരിക്കും? സ്മൃതി എന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഒരു ഗുണമാണത്. എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയും. ആരാ KPCC പ്രസിഡന്റ് ആവേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. ഞാൻ പറഞ്ഞത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. ചർച്ചയാക്കേണ്ട സ്മൃതി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കേരളം ഭരിക്കുന്ന ഇന്ത്യയിലെ ഏക ഭരണമുള്ള സംസ്ഥാനമാണ് കേരളത്തിൽ CPM. പാർട്ടി സമ്മേളനം ഒന്നും മാധ്യമങ്ങൾ നോക്കാതെ പോകും, ചർച്ച ചെയ്യാതെ പോകുന്നൊന്നും കരുതേണ്ട ശ്രീ N. ശ്രീകുമാർ. പാർട്ടി സമ്മേളനം വരെയല്ലേ? അല്ലല്ല, ഞാൻ അതാ പറഞ്ഞത്. അതായത് അൽകുമാർ, ഞാൻ ഒരു സെക്കൻഡ്, അതായത് ഞാൻ പറഞ്ഞതല്ല KPCC അല്ലല്ല ഒരു മിനിറ്റ് KPCC പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ചോദിക്കുമ്പോൾ നേതാക്കൾ മറുപടി പറയും, മാറണമെന്ന് ചോദിക്കുമ്പോൾ നേതാക്കൾ മറുപടി പറയും, ചിലർ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതൊരു വിഷയമല്ല. ഇവിടെ KPCC പ്രസിഡന്റ് ആരായാലും എന്നാണ് ഞാൻ പറഞ്ഞത്. KPCC പ്രസിഡന്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത്. ആര് KPCC പ്രസിഡന്റ് ആയാലും കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ അതൊരു വിഷയമല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ തദ്ദേശ ഇലക്ഷനെ കുറിച്ച് ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞല്ലോ, 6 സീറ്റ് CPMന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജയിച്ചത് 10 വോട്ട് 12 വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിനാണ്. അതാണോ വലിയൊരു ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടെന്ന് പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര വോട്ടുകൾക്കാണ് CPIയുടെ സ്ഥാനാർത്ഥി ജയിച്ചത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 2 പ്രമുഖ പാർട്ടികളാണ് കേരളത്തിലുള്ളത്. ഒന്ന് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ഭരണപക്ഷത്തുള്ള CPMഉം. നേരെ നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുത്ത ഭരണത്തിലേക്ക് UDF വരാൻ പോകുന്നു എന്നൊരു ചിന്തയുള്ളത് കൊണ്ട്, കോൺഗ്രസ് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടോ ആകാം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ വിഷയം ചർച്ചയാക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാനോ ദ്രോഹിക്കാനോ പരിഹസിക്കാനോ ആകാം. ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആരാണ് എന്ന് ചോദിക്കാൻ ഒരു ചാനലോ ഒരു പത്രമോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്നയാൾ തന്നെ സെക്രട്ടറി, ഇന്നയാൾ തന്നെ മുഖ്യമന്ത്രി. പഴയ കാലത്ത് അങ്ങനെ അല്ലല്ലോ. കൂട്ടായ തീരുമാനം, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരം, ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരം. ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനത്തിൽ കേരളം ഭാവി ഉന്നെന്ന എന്തോ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, ജനാധിപത്യപരമായ രീതിയിൽ എല്ലാ ഇലക്ഷനും നടത്തിയിട്ട് പാർട്ടി സമ്മേളനങ്ങൾ പരിസമാവിച്ചത്. അങ്ങനെയാണോ? കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി എന്തായി? നമ്മുടെ പാലക്കാടത്തെ ഒരു സ്ഥലത്തുള്ള കമ്മിറ്റിയുടെ ബദൽ സമ്മേളനം എന്തായി? മാഷ്ട നാട്ടിൽ സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനം നടക്കാത്ത എന്തായി? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച കാണുകയാണ്. അതിനിടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ചർച്ചാ വിഷയം KPCC പ്രസിഡന്റ് തന്നെയാണ്. KPCC അതൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ശ്രീ N. ശ്രീകുമാർ. പാർട്ടി സമ്മേളനങ്ങളിൽ നടന്ന വിമർശനങ്ങളൊക്കെ അതത് സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. ഇപ്പോൾ നിങ്ങളാണ് വിഷയം, അപ്പോൾ സ്വാഭാവികമായും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. മാധ്യമങ്ങളുടെ ഭാഗത്ത് ചോദ്യം ഉണ്ടാവാറുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് സ്മൃതി ഒന്ന് പറഞ്ഞേ. ഏത് ചാനലാണ്, ഏത് പത്രമാണ്, ആരായിരിക്കും CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് എഴുതിയത്? അടുത്ത ആഴ്ചയാണ്, മാർച്ച് 6-ാം തീയതി സമ്മേളനം തുടങ്ങുക കൊല്ലത്ത്. അത് വലിയ വിഷയമല്ലേ? കേരളത്തിലെ CPMൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേതൃദാരിദ്ര്യമല്ലേ സ്മൃതി? കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമില്ല. കാരണം ഒരുപാട് നേതാക്കളുണ്ട്. അതിലൊരാളെ KPCC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കണം. ശരിയാ, മത്സരം ഉണ്ടാവും. നേരെ മറിച്ച് അപ്പുറത്തോ സമ്മേളനത്തിലല്ലേ തീരുമാനം? സമ്മേളനം തുടങ്ങുകയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, സമ്മേളനം വരികയാണല്ലോ. സമ്മേളനത്തിലാണല്ലോ ഈ വിഷയങ്ങൾ വരിക. അപ്പോൾ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരും എന്നുള്ള ചർച്ച അപ്പോഴേക്കും വരും. അതിലും ഇപ്പൊ തർക്കമൊന്നുള്ള കാര്യമല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് പറഞ്ഞാൽ മതി.
അല്ല, അത് പറഞ്ഞാൽ മതി. അതായത് ഞാൻ വിഷയം മാറ്റുകയല്ല, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ രണ്ട് പാർട്ടികളിൽ ഒരേ രീതിയിൽ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റേ KPC പ്രസിഡന്റ് ഇപ്പം മാറണമെന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പ്രമുഖമായ പാർട്ടിയുടെ, കേരളത്തിലെ 1-ാം നമ്പർ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരാകണമെന്നൊരു ചോദ്യം പോലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോ ചാനൽ പ്രവർത്തകരോ ഉന്നയിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വിഷയമാക്കണ്ട ഇവിടെ, അത് വിഷയമാക്കണ്ട. KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അത് 30 പേർ ചേർന്നല്ല, അത് ഹൈക്കമാൻഡ് തീരുമാനമായിരിക്കും. പക്ഷേ ഇന്നത്തെ യോഗത്തിലെ ശശി തരൂരിനെ കൂടെ നിർത്തിയിട്ടാണ് ദീപാദാസ് മുൻഷി പ്രസംഗിച്ചത്. സുധാകരനെയും വേണുഗോപാലിൻ്റെ ഒപ്പം ശശി തരൂരുമുണ്ട്. അതിനർത്ഥം എന്താണ്? കേരളത്തിലെ കോൺഗ്രസിൽ പത്രം എഴുതിയ പോലെ അല്ല കാര്യങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടി കൂടി തന്നെയാണെന്ന് എൻ്റെ കുറച്ച് കൂടുതൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് കൂടി സംശയമുണ്ട്. ശ്രീകുമാർ, കുറച്ച് കൂടുതൽ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അവിടെ ചെന്നിത്തലയും VD സതീശനും കൈകൊടുത്ത് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതാ കൂടുതൽ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ. എന്തൊരു സൗഹാർദ്ദം അല്ലേ? ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഇന്നത്തെ യോഗം കൊണ്ടുണ്ടായ ഗുണമെങ്കിൽ അത് നല്ല കാര്യം. അതന്നെയാണ് പറഞ്ഞത്. അത്രയും രൂക്ഷമായ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഐക്യമില്ലെന്ന് പറഞ്ഞവരല്ല, ഐക്യമില്ലായിരുന്നു എന്നതും പുറത്ത് പ്രതികരണങ്ങൾ നടത്തിയതും നേതാക്കൾ തന്നെയാണല്ലോ. ഇതെങ്ങനെയാണ് ചർച്ചയാവുന്നത് ശ്രീകുമാർ? ഇതെല്ലാം മാധ്യമങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നൊന്നുമല്ലല്ലോ, ഉണ്ടായ കാര്യമല്ലേ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.